ഇങ്ങനത്തെ തുറന്നു പറച്ചിലുകൾ എങ്ങനെ നമ്മളെ ബാധിക്കും അങ്ങനെയൊക്കെ ചേച്ചി ചിന്തിക്കാറുണ്ട്? എന്നെ ബാധിക്കണ്ടോന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. എന്നോട് ആരും വന്ന് ചെയ്തത് മോശമായി പോയിന്ന് പറയാറില്ല, പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞാലും എനിക്ക് അതന്ന് പോസ്റ്റ് ഇടാൻ കാര്യം ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നിട്ടോ. എനിക്കത് കേട്ടിട്ട് ഒന്നാമത്തെ എൻ്റെ മോൻ്റെ പ്രായമാണ് ആ കുഞ്ഞിന്. എനിക്ക് ആ അമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ. അവരിനി എന്ത് ചെയ്യും? അവർ മരിക്കണ വരെ ഇതൊരു വേദനയല്ലേ അവരുടെ കുഞ്ഞ്. ഞാനെപ്പോഴും വിചാരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കത് സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഈ ഈ വീട്ടിലിരുന്ന് അത് എഴുതിയത്. രാത്രി ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ ആ കറുത്ത ഷർട്ടിട്ട് ആ കുഞ്ഞിങ്ങനെ ചിരിച്ച് നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലിറ്ററലി എൻ്റെ കുഞ്ഞിനാണിത് സംഭവിച്ചെങ്കിൽ സത്യമായിട്ട് ഞാനിത് ലോ ആൻഡ് ഓർഡർ ഒന്നും എടുക്കുന്നതല്ല. ഞാനാണെങ്കിൽ കൊന്നിരിക്കും ഒരുത്തനെങ്കിലും. ഞാൻ കുത്തിയിട്ടല്ലാതെ ഞാൻ പോവില്ല മോളെ. എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്. എല്ലാ അച്ഛനും അമ്മയും അങ്ങനെയാണ് വളർത്തുന്നത്. കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ കൊതിയുള്ളത് എല്ലാം മേടിച്ചു കൊടുത്ത്. ഇന്നത്തെ പാരന്റ്സ് നേരത്തെ പപ്പയുടെ അമ്മയുടെയും കാര്യം പറഞ്ഞാൽ നമുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ എല്ലാം കൊടുത്ത് അവര്. എൻ്റെ മോനിച്ചിരി മുഖം പാടിയും ഞാൻ ചോദിക്കും, എന്താണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് അവൻ വിഷമിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നൊരു കുഞ്ഞ് അവനൊന്നും ആവാതെ നമ്മളൊക്കെ തല്ലി പിടിച്ചിട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ? എന്തോരം വഴക്കുണ്ടാക്കിയിരിക്കുന്നു. എന്നാലും വേദന വാഗൊണ്ട് എന്തെങ്കിലും പറയുമെങ്കിലും വേദന എടുപ്പിച്ച് അടിക്കാൻ നമുക്ക് മനസ്സ് വരുമോ? ഒരിക്കലും ഇല്ല. ചിന്തിക്കാനേ നമുക്കൊരു പേടിയല്ല. അയ്യോ അങ്ങനെ എനിക്കത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ അന്ന് രാത്രി ഇരുന്ന് ഞാൻ എഴുതിയത് അവിടെ ഇരുന്നേനെ. ഇതിൻ്റെ ഭാവി, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നൊന്നും ഞാൻ എന്ത് വന്നാലും എഴുതിയേക്കാന്ന് വിചാരിച്ച് എഴുതിയതാ. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല. എന്നാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും വായം വെച്ച് ഇച്ചിരി നേരം മിണ്ടാതിരിക്കുമെന്നൊക്കെ ചോദിക്കും. ഇൻഡസ്ട്രിയിലുള്ളവരായിട്ട് അധികം അങ്ങനെ പറയുള്ളൂ. എൻ്റെ പൊന്നെ നിനക്ക് ഇച്ചിരി നേരം വായടച്ചിരിക്കാൻ പറ്റുമോ, എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് ചോദിക്കും.